ഫോണ്ടോസും ഐക്കൺസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചതാണല്ലോ. അതായത് ഒരു ഫോണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഐക്കണാണ് ഫോണ്ടോസം. അവിടെ നമ്മൾക്ക് ഓരോ ഇമേജും അല്ലെങ്കിൽ ഓരോ ഐക്കണും ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കളറിലുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു ഫോണ്ട് ഫയൽ, ഒരു CSS ഫയലും ഫോണ്ട് ഫയലും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഐക്കൺസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏത് കളേഴ്സും അല്ലെങ്കിൽ ഏത് സൈസും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതിന്റെ ഒരു ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാതെ തന്നെ. അപ്പൊ അതേപോലെ ബൂട്ട്സ്ട്രാപ്പും ഐക്കൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൂട്ട്സ്ട്രാപ്പിന്റെ ഇൻബിൽറ്റ് ഐക്കൺസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് icons.getbootstrap.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വരിക. അതായത് ബൂട്ട്സ്ട്രാപ്പിന്റെ വെബ്സൈറ്റിൽ വന്നിട്ട് മുകളിലെ മെനുവിൽ ഐക്കൺസ് എന്ന് പറയുന്ന ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐക്കണിന്റെ ഡോക്യുമെന്റേഷൻ പേജ് വരും. ഇവിടെ ഐക്കൺസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാക്കേജ് മാനേജർ ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സിപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ CDN ഉപയോഗിച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരു CSS ഫയൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ വന്ന സമയത്ത് ആ ഒരു ഫോണ്ടും CSSന്റെ കൂടെ തന്നെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാനിവിടെ ഒരു CSS ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CDN CSS ഫയൽ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ CSSൽ ഒന്ന് നേരത്തെ പോലെ തന്നെ നമ്മൾ CSSന്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ ആ ഒരു CSS പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, CSSന്റെ ലിങ്ക്. അതിനുശേഷം വീണ്ടും ഡോക്യുമെന്റേഷനിൽ പോവുക. ഡോക്യുമെന്റേഷനിൽ പോയിട്ട് ഓരോ ഐക്കൺസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബിന്റെ ഐക്കൺ ആണ് ഇവിടെ നമുക്ക് വേണ്ടെങ്കിൽ ആ യൂട്യൂബിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് SVG ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് SVG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐക്കൺ ഫോണ്ട് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോണ്ടോസത്തിന് കൊടുത്തതുപോലെ തന്നെ ഇവിടെ ബൂട്ട്സ്ട്രാപ്പിലും BI എന്ന് പറയുന്ന ഷോർട്ട് കോഡാണ് ഇവിടെ ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ്സിന് കൊടുത്തിട്ടുള്ളത്. BI പിന്നെ സ്പേസ് BI ഹൈഫൺ ഏതാണോ ആ ഐക്കണിന്റെ നെയിം. ഇതാണ് ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺ ഫോണ്ടിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ കോഡ് അവിടുന്ന് കോപ്പി ചെയ്തു. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തതിനു ശേഷം എന്റെ കോഡിൽ ഒന്നുകൂടെ ഞാനിവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യാണ്. ആഡ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് മാർജിൻ ആഡ് ചെയ്യാം. ആഡ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇങ്ങനെ ഒരു ബട്ടൺ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലൊരു ഐക്കൺ കൂടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐക്കൺസ് കോപ്പി ചെയ്യും. ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് യൂട്യൂബിന്റെ ഐക്കണാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. പ്ലസ് ഐക്കൺ ഉണ്ടോ എന്നുള്ളത് നോക്കാം. പ്ലസ് ഐക്കൺ ഉണ്ട്. എൻ്റെ VS കോഡ് ഓട്ടോമാറ്റിക്കലി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആ CSS ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എനിക്ക് ഓട്ടോ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ BI പ്ലസ് എന്ന് പറയുന്ന ഐക്കൺ ക്ലാസ് ഉണ്ട്. അപ്പം ഞാനത് സേവ് ചെയ്തു. റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഐക്കൺ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിന്റെ കൂടെ തന്നെ ആ ബട്ടണിൽ വന്നതായിട്ട് കാണാം. നമുക്ക് ആ കളറോ മറ്റോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൈല് കൊടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഐക്കൺസ് SVG കോഡ് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഈ ജസ്റ്റ് SVG കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ കോഡിൽ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ അവിടെ വിസിബിൾ ആവും. ഇവിടെ ഞാൻ യൂട്യൂബിന്റെ ഐക്കൺ SVG കോഡ് കോപ്പി ചെയ്തു. അത് അവിടെ പേസ്റ്റ് ചെയ്ത സമയത്ത് യൂട്യൂബിന്റെ ഐക്കൺ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഇമേജ് ഐക്കൺസ് ഉപയോഗിക്കുന്നതിന് പകരം ഇതേപോലെ ഫോണ്ടോസം അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഇനി അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊവൈഡേഴ്സ് തരുന്ന ഫോണ്ട് ഐക്കൺസ് മാക്സിമം യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഒരുപാടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റിക്വയർമെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഐക്കൺ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഐക്കൺസ് കണ്ടിട്ടില്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഐക്കൺസ് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊരു സിമിലർ ആയിട്ടുള്ള റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഐക്കൺ ഏതാണോ അത് കണ്ടെത്തിയിട്ട് ആ ഒരു ഐക്കൺ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റ് തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഐക്കൺ ഇവിടെ ഇല്ല. അപ്പൊ ആ സ്റ്റുഡന്റ് എന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഐക്കൺസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഇതേപോലെ നിങ്ങൾ ബ്രൗസ് ചെയ്ത് കണ്ടെത്തണം. ബ്രൗസ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡന്റിന് പകരം ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐക്കൺസ് യൂസർ എന്ന് പറയുന്ന ഐക്കൺ ഉണ്ട്. യൂസർ ആണല്ലോ, ഒരു പീപ്പിൾ ആണല്ലോ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റിന് പകരം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കീവേഡ് എന്ന് പറയുന്നത് യൂസർ എന്ന. ഞാനിവിടെ ജസ്റ്റ് ബ്രൗസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഹോം ഐക്കൺസ്, അങ്ങനെ ഹെൽത്ത് ഐക്കൺസ്, റിലേറ്റഡ് ഐക്കൺസ് ഉണ്ട്, പിന്നെ ഒരുപാട് എഡിറ്റർ ഐക്കൺസ് ഉണ്ട്, അതുപോലെ കുറച്ച് യൂസേഴ്സിന്റെ ഏരിയയിലെത്തി നമ്മളിവിടെ. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പേഴ്സൺ ബൗണ്ടിങ് ബോക്സ്. ഇതൊക്കെ ഒരു സ്റ്റുഡന്റിന്റെ ID കാർഡോ അല്ലെങ്കിൽ അതേപോലെ പോലെ പേഴ്സൺ ബാഡ്ജ്, ഇവിടെ ഇതൊക്കെ ഒരു സ്റ്റുഡന്റിന്റെ ID കാർഡൊക്കെ പോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റുഡന്റിന് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഐക്കൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഏതാണോ
റിക്വയർമെൻറ്റ് അതിനനുസരിച്ചുള്ള ഐക്കൺസ് ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കുക. സെർച്ച് ചെയ്താൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന അതേ ടേമിൽ തന്നെ ഐക്കൺ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേപോലെ ബൂട്ട്സ്ട്രാപ്പിൽ ഇല്ലെങ്കിൽ ഐക്കൺ ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണ്ടോസത്തിൽ കൂടെ സെർച്ച് ചെയ്യുക.